ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ വരവൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് കാടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത്, നമ്മൾ കേരളത്തിൽ ഒരുപാട് ആനക്കോട്ടകളെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ കൊടും കാടിനുള്ളിൽ കാട്ടാനകൾക്ക് വേണ്ടിയിട്ടൊരു ആനക്കോട്ട അത് നിങ്ങൾ അധികം കണ്ടു കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു കാടും ഒരു ആനക്കോട്ടയും പ്രഗത്ഭരായിട്ടുള്ള കുറേ ഗജവീരന്മാരൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വരവൂര് എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഇനി കൊറ്റമത്തൂര് ഫോറസ്റ്റിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. ഒരു ആനകൾ അവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു പച്ചപ്പും ഹരിതാപൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ പാടും പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അകലെ കാണുന്നില്ല ഒരു വലിയ ഫോറസ്റ്റ്. അതൊക്കെ കൊത്തമറ്റൂര് ഫോറസ്റ്റിന്റെ ഭാഗത്തിൽ പെടുന്നതാണ്. നമുക്കിനി അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് നേരെ അപ്പോൾ നമ്മൾ കൊറ്റമത്തൂര് ഫോറസ്റ്റ് ഡിവിഷനിലുള്ള ആനക്കോട്ട എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ബ്രദറുണ്ട്, പേര് ഷാബാസ്. ഇവിടെ പയ്യൻ ഇൻസ്റ്റാഗ്രാമിലും പബ്ജിയിലൊക്കെ മെയിനാണ്. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് കയറിയല്ലോ. നമ്മളുടെ ആനക്കോട്ട ഉള്ളിലേക്ക് എന്താ കയറി നോക്കിയാലോ. അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ തള്ളി തുറന്നിട്ടങ്ങ് ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തള്ളി തുറന്നിട്ടാണ് പോയിക്കൊണ്ട്. നല്ല കയറ്റാണ്. ഇങ്ങനെ ടാറിട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ കുന്നുപോലെ ഇങ്ങനെ കയറി നമ്മൾ പോകണം. നമ്മൾ കാണുന്ന ഏറ്റവും താഴത്തുനിന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ കുറച്ചും കൂടി നടക്കാനുണ്ട്. നമ്മളിപ്പോൾ അവരുടെ സംസാരിച്ച്. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ നിലവിൽ 3 ആനകളാണുള്ളത്. എല്ലാവർക്കും സുപരിചിതമാണ്. ഗജവീരന്മാരായ മച്ചാട്, കർണൻ, ധർമ്മൻ, ഗോപാലൻ. ആനപ്രേമികൾക്ക് എല്ലാവർക്കും നല്ല സുപരിചിതമായിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ മേ ബി അറിയത്തില്ലായിരിക്കും. അപ്പോൾ 3 ആനകളാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആനകളെടുത്ത് പോയാലോ. മതപ്പാടുണ്ടോ എനിക്ക്? ഒരാനക്ക് മതപ്പാടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ഇനി വല്ല പട്ടയം കൊമ്പെടുത്ത് എറിയാണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട് ആനെ കാണിച്ചു തരാം. അപ്പോൾ ആനപ്രേമികൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മച്ചാട് കർണൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. മച്ചാട് കർണനാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് നീരാട്ടെല്ലാം കഴിഞ്ഞ് ഇനി നടക്കാൻ പോവാണ് അവർ. പാപ്പാൻ്റെ ഒപ്പം. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. എൻ്റെ ഇവിടെ ചേറ്റുക. എൻ്റെ തല ഉയർത്തിട്ടുള്ള നൃത്തം നോക്കി എന്തൊരു ചന്തം നോക്കിയല്ലേ. സൗന്ദര്യം കണ്ട. ഇതാണ് മച്ചാട് കർണൻ. എല്ലാവർക്കും സുപരിചിതനാണ്. ഇന്നത്തെ കുളിയെല്ലാം കഴിഞ്ഞവര് ആനനെ നടത്തിപ്പിക്കാനുള്ള പരിപാടിയിലാണ്.
ദൂരത്തിനൊക്കെ ആന കാണുമ്പോൾ ചങ്ങലൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ചങ്ങലൊക്കെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആശാന്റെ ആ ഒരു ധൈര്യത്തിലാണ് ഞാനും നിൽക്കണത്, ഷാബും നിൽക്കണത്. ചേട്ടാ എത്ര ദൂരം നടത്തിപ്പിക്കും ഡെയിലി? 5 കിലോമീറ്റർ. അത് ശരി. ആ ഡെയിലി ഫോറസ്റ്റ് ആണ്ട് എങ്ങനെ കൂടെ നടപ്പിക്കുക? നമ്മളെ റോഡിൽ കൂടെ. ആ ഇങ്ങോട്ട് തിരിച്ചു വരും. ആ 3 ആനകളെ നടത്തും. ഇവിടെ 3 ആനകളല്ലേ ഇപ്പൊ ഉള്ളത്? 2 മലപ്പാടിലാണ്. അത് ശരി. ആ അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഈ ആന മലപ്പാട് കഴിഞ്ഞു. അപ്പൊ ഈ ആന നടത്തിയിട്ട് അത് ശരി. 5 കിലോമീറ്റർ ഡെയിലി നടത്താന്നാണ് ഫോറസ്റ്റിന്റെ ഓർഡർ അല്ലേ? ഫോറസ്റ്റിന്റെ ഡോക്ടർമാരുടെ ആനകൾക്ക്. ശരിയാ. ശരി. അപ്പൊ ആനകളിപ്പോ എന്താ വെച്ചപ്പോ ഒരു ഇതുമില്ല, നടക്കുന്ന ടൈമല്ലേ. അപ്പൊ 5 വർക്കൊന്നുമില്ലല്ലോ ഇപ്പൊ നടത്തണം. ഇപ്പൊ എങ്ങനെ കൊറോണ കോവിഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ഒരു വർക്ക് ഉണ്ടാവില്ല അല്ലേ? എല്ലാരും ഇവിടെ തന്നെ. അതെ, എല്ലാരും സുഖ ചികിത്സയിലാണ്. എല്ലാവർക്കും സുഖ ചികിത്സ. അതെ. പാപ്പന്മാർക്കും പട്ടടക്കുന്നു. ചോറ് വെച്ചിട്ട് രാവിലെ പകുതി കൊഴിച്ച് കൊടുത്തു. അപ്പൊ അങ്ങനെ ആനകളുടെ കാര്യമൊക്കെ വളരെ മെച്ചമാണ്. എന്തൊക്കെ വിറ്റിങ്ങൾക്ക് എന്താ ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പൊ? പട്ട ഇപ്പൊ അവില് ഈത്തപ്പഴം അവല്, ഇനി പഴം അവല്, രണ്ടാലും ഏതെങ്കിലും ഒന്നുണ്ടാവും. പിന്നെ വൈകുന്നേരം 2 കിലോയായിട്ട് ചോറ് ഓരാനിക്ക് വെച്ചിട്ട്. അത് ശരിയാ. അതവർക്ക് വൈകുന്നേരം കൊടുക്കും. വൈകുന്നേരം സുഖമായി വെള്ളം കൊടുക്കും. അവിടെ ടാങ്കിൽ വെച്ചിട്ട് കഴുകും. ഈ മെറ്ററിലൊക്കെ പോകും. അത് ശരി. അപ്പൊ അതിന് കുഴപ്പമില്ല. ഇത് ശരിയാണത്. ഗവൺമെന്റ് ഗോപാല അപ്പുറത്തുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല. ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണോ? എന്റെ വീട് പട്ടാമ്പി പള്ളിപ്പറ. എന്റെ സ്വന്തം വീട് കുമ്പിടി. മലപ്പുറം അല്ല, പാലക്കാട് ഇല്ലല്ലോ അച്ഛൻ. കുമ്പിടി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. പുഴക്കര കിടന്ന മലപ്പുറം. ഓക്കെ. അപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം കാര്യങ്ങളൊക്കെ? ജീവിതം ഞങ്ങൾക്ക് ഭക്ഷണത്തിലുള്ള അരി മുതലാളി തരും. പിന്നെ ഞങ്ങൾക്ക് ഡെയിലി ചെലവിനുള്ള പൈസ ഉണ്ട്. അരി മുതലാളിയുടെ വക തരും. അത് അധികം ജാപ്പാൻ ഇഷ്ടംപോലെ കഴിക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടാൻ പറ്റിയാൽ എന്താ വെച്ചെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ? അതൊക്കെ നമ്മളെ സൗകര്യത്തിൽ. അത് ശരിയാ. അതൊന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പൊ അതൊക്കെ അതെ. ചേട്ടാ എത്ര കാലമായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? ഞാൻ 2000 17 വയസ്സിൽ. ഇപ്പൊ 63 വയസ്സായി. അപ്പൊ ഒരു 45 വർഷത്തോളം ആയില്ലേ ഈ ഫീൽഡില്? ചേട്ടന്റെ പേരെന്തായിരുന്നു? അത് ശരിയാ. ആണല്ലേ. കോവിഡ് മുതലിപ്പോ ഇവിടെ ഉണ്ട്. ഇത് വാങ്ങിയപ്പോ ഒരു താല്പര്യം കൊണ്ട് നമ്മളെ വിളിച്ചു കുറേ വിളിക്കുന്നു. അപ്പൊ ഒന്നും നിൽക്കുമ്പോ നമുക്കൊന്നും പോകാൻ പറ്റില്ല. അത് ശരിയാ. പിന്നെ രാജ്യത്ത് ഗോപാലൻ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ സൗന്ദര്യത്തിന് നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഒരു ചങ്ങലയിലോ ക്ലോക്ക് ഒന്നും ആക്കിയിട്ടില്ല അവര്. എന്നിട്ടാണ് നമുക്ക് ഇത്ര സിമ്പിളായിട്ട് നിന്നായിരുന്നത്. നല്ല ശാന്തനാണ്. നമ്മുടെ കർണൻ എങ്ങനെയാ? ആള് കുസൃതിക്കാരനാണോ? കുഴപ്പമൊന്നുമില്ല. നമുക്കുള്ളത് മച്ചാട് കർണന്റെ അടുത്താണ്. ഇപ്പൊ നമ്മുടെ രാജൻ പാപ്പാനാണ്
ഇവരിപ്പോ ആന നടത്താൻ വേണ്ടി കൊണ്ടുപോവാണ്. വളരെ ശാന്തനാണ്, എന്താ പറയുക, വികൃതിയും കാര്യങ്ങളൊന്നും ഇല്ല, സുഖ ചികിത്സയിലാണ്. അതിന്റെ സന്തോഷത്തിലായിരിക്കും. രാവിലെ ഭക്ഷണം കഴിക്കുക, കുളിക്കുക, അങ്ങനെ നടക്കുക, അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഫുള്ള് ഡീസന്റ് ആണ്. ഞാൻ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞാനൊന്നും ആനടുത്ത് ആദ്യമായിട്ട് എങ്ങനെ കൊമ്പൊക്കെ പിടിച്ച് നിൽക്കുന്നത്. ഇത്രയും ഡീസന്റ് ആയിട്ട് ആനെ കണ്ടിട്ടും കൂടി ഇല്ല. ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ പാപ്പന്മാരെ ഓടിക്കരുത് വന്നു കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ? സുഖവാസമാണ് എല്ലാ ആനകൾക്കും. ഇപ്പോൾ ഇതാ മച്ചാട് കറന്നിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നടക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്ത ആനടുത്ത് പോയാലോ? ഇത് മച്ചാട് ഗോപാലനാണ്. എല്ലാ ബാക്കി ഗോപാലനും അതുപോലെ ധർമ്മനും മതപ്പാടുണ്ട് ചെറുതായിട്ട്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഫോറസ്റ്റ് ആണെങ്കിലും ഫോറസ്റ്റിൻ്റെ ആനക്ക് വേണ്ടിയിട്ട് ആനയുടെ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. കുളിക്കാൻ വരെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ആനക്ക് നിൽക്കാനൊക്കെ നല്ല ഹൈറ്റിൽ ഷീറ്റൊക്കെ കെട്ടി വിത്ത് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സെക്യൂരിറ്റി ഒക്കെ അവൻ്റെ ഇവർ നോക്കിയിട്ടുണ്ട്. ആനക്ക് ക്യാമറയുടെ കേബിളാണ് ഈ പോണത്. അതുപോലെ എല്ലായിടത്തും ആനക്ക് കുളിക്കാൻ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. വെറുതെ കാട്ടിൽ നിർത്തിയിരിക്കല്ല. എന്നിരുന്നാലും അവർ എല്ലാവിധ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആനക്ക് ഇവിടെ എല്ലാ സുഖ ചികിത്സയും നൽകുന്നത്. കോവിഡ് ആയത് കാരണം ആനകൾക്ക് ഇപ്പോൾ വർക്കൊന്നുമില്ല. രാവിലെ എണീക്കുക, ഭക്ഷണം കഴിക്കുക, നമ്മൾ ചെക്കന്മാർ ചെയ്യണ മാതിരി അതേ സെറ്റപ്പാണ്. പക്ഷെ ഫോണും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ആനകൾക്ക് സമയം പോക്കുണ്ടോയെന്ന് അറിയില്ല. എന്നിരുന്നാലും നമ്മൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കിട്ടുകയാണെന്ന് വെച്ചാൽ വലിയ ഭാഗ്യമാണല്ലേ. ഇനി നമുക്കിനി മച്ചാട് ധർമ്മൻ്റെ അടുത്ത് പോയാലോ? എന്തായാലും കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു കോട്ട നമുക്ക് കാണാൻ പറ്റിയില്ലേ? അവിടെ അകലെ കാണുന്നുണ്ട് ഒരാൾ, ആണ് മച്ചാട് ധർമ്മൻ. ഇതാണ് മച്ചാട് ധർമ്മൻ. എല്ലാവരും അവിടെ അതിൻ്റെ കയ്യിൽ പട്ടൊക്കെ ഉള്ള കാര്യം ചിലപ്പോൾ എടുത്ത് എറിയും. സീനാണ്, അത് കയ്യിലെടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ എറിയാനോ അത്. ഇതാണ് മച്ചാട് ധർമ്മൻ. അപ്പോൾ ഇവിടെ ഈ ഒരു ഇതിൽ 3 ആനകളാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം ഒരു 100 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ എല്ലാവർക്കുള്ള സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മച്ചാട് ധർമ്മനെയും കർണനെയും ഗോപാലിനെയും കണ്ടു. ഇപ്പോൾ 2 ആൾക്കാർ മതപ്പാടിലായതുകൊണ്ട് തന്നെ നമുക്കാരും എടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. കർണൻ മാത്രമാണ് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ കർണൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും കേരളത്തിൽ ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആനക്കോട്ടയാണിത്, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇവിടെ ആനകൾക്ക് അവരുടെ കാടിൻ്റെ ആ ഒരു വൈബും ആ ഒരു അറ്റ്മോസ്ഫിയറും, എന്താ പറയുക, ആർട്ടിഫിഷ്യലായിട്ടുള്ള ചൂടും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നിട്ട് വളരാൻ തന്നെയാണ് ഇവർക്കും ജീവിക്കാനൊക്കെയാണ് ഇവർക്ക് പറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗ്യം. നോർമലി മറ്റുള്ള ആനക്കോട്ടകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാട്ടിൽ നിന്ന് ആനകളെ കൊടുത്തിട്ട് നാട്ടിൽ വളർത്തുന്ന ഒരു രീതിയാണല്ലോ. ഇത് കാട്ടിൽ തന്നെ ആകുമ്പോൾ അത് അവരൊരു ശരിക്കും ആനകളുടെ കൂട്ടത്തിൽ അവർക്കതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിവേ ഇപ്പോൾ കോവിഡ് കാര്യങ്ങളായത് കാരണം സംഭവം അവർക്ക് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ലോക്കാണ്. നമ്മളാ രാജൻ ചേട്ടൻ പറഞ്ഞതുപോലെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് പറഞ്ഞിട്ടുള്ളതും ഡോക്ടേഴ്സിൻ്റെ ഓർഡേഴ്സൊക്കെ അനുസരിച്ചിട്ട് അവർ ഡെയിലി 5 കിലോമീറ്ററോളം നടത്തുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവർ പറഞ്ഞില്ല. രാജേട്ടൻ പറഞ്ഞ ഭക്ഷണം കാര്യങ്ങളൊക്കെ മുതലാളി കാര്യങ്ങളായാലും നല്ല സപ്പോർട്ട് തന്നെയാണ്. എനിവേ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളൊരു സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വളരെ വലിയൊരു സപ്പോർട്ടാണ്, ഒരു പ്രോത്സാഹനം കൂടിയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ.